അതിനുശേഷം അയാളെ കൊണ്ടുപോയത് വിശാലമായ കൊത്തളങ്ങൾ, അത് അങ്ങനെയുള്ള ഒരു 2-3 സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ അതായത് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ 50 സ്റ്റേറ്റ്സ് ആണുള്ളത്. 50 സ്റ്റേറ്റ്സിൽ ഇപ്പം ഞാൻ പറയാം, ഈ നേരത്തെ ഞങ്ങൾ വന്ന ഒറിഗോൺ പോലെ ഇപ്പോൾ നമുക്ക് വാഷിങ്ടൺ DC സ്റ്റേറ്റായിട്ട് കൂട്ടുകയല്ല, പിന്നെ വിർജീനിയ, അതുപോലെ കാലിഫോർണിയ, ഇത് തുടങ്ങി എല്ലാ സ്റ്റേറ്റുകളുടെയും ഓരോ പ്രതിനിധികളെ അവിടെ നിർത്തിയേക്കുന്ന, അവരുടെ എല്ലാം പ്രതിമകൾ നിർത്തിയേക്കുന്ന ഈ കൊത്തള സൈഡിലെല്ലാം അതുപോലെ വലിയ പ്രതിമകൾ ഇവരുടെയൊക്കെ നിർത്തിയേക്കാണ്. ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഡൂം എന്ന് പറയുന്ന, നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ഒരു ഡൂമുണ്ട് ഇതിൻ്റെ. ഈ ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പഴയ മണിയില്ലേ, ബെല്ല്, അതിൻ്റെ ഷേപ്പാണ് അത്. ബെല്ലെന്ന് പറയുന്നത് ഇതൊരു ഭീമാകാരമായ ബെല്ലെന്ന് പറയണം, നമുക്കൊരു ബെല്ലെന്ന് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ള ഷേപ്പാണ്. അപ്പോൾ അത് എല്ലാം വിശദമായിട്ട് നടന്ന് ഞങ്ങൾ കണ്ടു. അതൊരു വലിയ കാഴ്ചയായിരുന്നു അതിനകത്ത് കേട്ടോ. അതിനകത്ത് കോൺഗ്രസ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഹാളിലേക്ക് അന്ന് പ്രവേശനമില്ല. കാരണം അന്ന് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സെനറ്റിൻ്റെയും സിറ്റിംഗ് ഉണ്ട്. ഇതുള്ളത് കാരണം ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല. എങ്കിൽ പോലും ഇത് മോശമല്ല, മുഴുവൻ കാണാനിടയായി. കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത്രത്തോളം ആണ് പ്രതിമകൾ. ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു വലിയ വിശാലമായ ഹാളുകളാണ്, അതിന് ചുറ്റും പ്രതിമകൾ വെച്ചേക്കുക. കാരണം അവിടുത്തെ എല്ലാം ഓരോ സ്റ്റേറ്റിനെയും റെപ്രസെൻ്റ് ചെയ്ത ഓരോ ആളുകളുടെ വലിയ പ്രതിമകളാണ് വെച്ചേക്കുന്നത് മുഴുവൻ. ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുമെല്ലാം കണ്ട് അവസാനം അപ്പോഴത്തേക്ക് കാലൊക്കെ നടന്ന് വേദനയായി കേട്ടോ. കാരണം ഇതിനകത്ത് കിലോമീറ്ററുകൾ നടന്നാലേ പറ്റുള്ളൂ, അത്രത്തോളം വലിയൊരു സ്ട്രക്ചറാണ്. ഇടയ്ക്ക് പടി കയറണം, ഇടയ്ക്ക് സ്റ്റെപ്സ് കയറണം, ഇടയ്ക്ക് ഇറങ്ങണം. പിന്നെ മിക്കയിടത്തേക്കും എലിവേറ്റേഴ്സ്, അതായത് എസ്കലേറ്റേഴ്സ് ഉണ്ട്. ആ എസ്കലേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും തന്നെ അത് കഴിഞ്ഞാൽ ഇടനാഴികൾ, ആ രീതിയിലാണ് അത് ഈ ഗൈഡ് ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഗൈഡിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ അരോചകമായിരുന്നു തീർത്തും. കാരണം നമുക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതിനകത്ത് അമേരിക്ക ഭരിച്ചിരുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം, നമ്മളവരെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെയുണ്ട്. പിന്നെ ജോർജ് വാഷിങ്ടൻ്റെ പ്രതിമ അത് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ എബ്രഹാം ലിങ്കൻ്റെ പ്രതിമ അതുമൊക്കെ ഉണ്ട്. അതുമെല്ലാം കാണിച്ചു. ഞങ്ങളവിടെ അതെല്ലാം കണ്ടു. അത് ഒരു നല്ല കാഴ്ചയാണ്. കാരണം ഈ ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പം, നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒന്ന് കയറണമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ആരെങ്കിലും കയറ്റി വിടുമോ? അതിനകത്ത് കയറാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇവിടുത്തെ ഗാലറി, അതേപോലെ തന്നെ ഈ കോൺഗ്രസ് ഇതിൻ്റെ കൂടുന്ന സ്ഥലം, ഇതെല്ലാം മുഴുവൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ടൂറിസം യഥാർത്ഥത്തിൽ അവർ നടത്തുന്നത്. ടൂറിസം എന്ന് പറയുന്നത് ഇതിനൊക്കെ ടിക്കറ്റിന് നല്ല റേറ്റ് ഉണ്ട് ഇതിനകത്ത് കയറുന്നതിന്. ആ നല്ല ടിക്കറ്റും കൊടുത്തിട്ട് എത്രയോ പേരാ കയറുന്നത്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇത് വിസിറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു റവന്യൂ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിന് പകരം നമ്മളെന്താ ഇതെല്ലാം അടച്ചു മുടിയും. നമ്മുടെ കേരളത്തിലെ നിയമസഭാ മന്ദിരം ഒന്ന് കാണണം എന്ന് വിചാരിച്ചാൽ ഒരു പാവപ്പെട്ടവനൊന്ന് കാണണം വിചാരിച്ചാൽ നടക്കും ഇല്ല. ഞാനൊരിക്കൽ അതിൽ പ്രസംഗിക്കാൻ ഒരു മീറ്റിങ്ങിൽ അതിൻ്റെ ഹാളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഹാളിൽ, പുതിയ ബിൽഡിങ്ങിൽ. അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് കയറാൻ. എന്തിന് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ? ചിന്തിക്കണ്ടേ? ഇതൊക്കെ സ്റ്റേറ്റിന് റവന്യൂ ഉണ്ടാകുന്ന ഒരു മാർഗമായിട്ട് ഇവർ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമാണ്. അതായത് ഇവിടുത്തെ ക്യാപിറ്റോൾ ബിൽഡിംഗ് അത് ഒരു മെയിൻ ടൂറിസം കേന്ദ്രമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ അതിനകത്ത് മുഴുവൻ നടന്ന് അവശരായി, ക്ഷീണിതരായി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശപ്പായി. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ബിജോയ് ചോദിച്ചു, നമുക്ക് എന്ത് കഴിക്കണം, ആഹാരം എന്ത് കഴിക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. കാരണം ഞാൻ പണ്ട് വന്നപ്പോൾ ഞാൻ വാഷിങ്ടൺ DC നിന്ന് കഴിച്ചേക്കുന്ന മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ മെക്സിക്കൻ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബൗളിലാണ് ആ ഫുഡ് കിട്ടുന്നത്, ഒരു ബൗൾ എന്ന് നമുക്ക് പറയാം. അതിനകത്ത് നമ്മുടെ ബ്രൗൺ റൈസ് ഉണ്ട്, പിന്നെ അതേപോലെ ചിക്കൻ, പിന്നെ ബാക്കി നമ്മുടെ പയറുണ്ടല്ലോ, അത് 2 സൈസ് പയർ, റെഡ് ബീൻസ് ഉണ്ട്, ബ്ലാക്ക് ബീൻസ് ഉണ്ട്. ഞാൻ ആ ബ്ലാക്ക് ബീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തു. അത് പിന്നെ അതേപോലെ തന്നെ ബാക്കി അതിനകത്ത് ബാക്കി ഇടുന്ന ലെറ്റ്യൂസ് തുടങ്ങി കുറേ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന്
ഒരുപാടുണ്ട്, അത് മുഴുവൻ കഴിച്ചു തീർക്കാം, വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പക്ഷേ വളരെ രുചികരമായ ഫുഡാണ്. അപ്പോൾ ഞാൻ അന്നേരം അത് പറഞ്ഞപ്പോൾ ബിജോയ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കാർ അവിടെ കിടക്കട്ടെ, കാർ കാരണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ മെനക്കേടാ, അത്രയും ദൂരം നടക്കണം, ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ നടക്കണം കാർ എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഊബർ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. ഊബർ വിളിച്ചു, നേരെ മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ചിപ്പോട്ലെ എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖലയാണ് അവരുടെ. അത് ഞാൻ ഈ പോർട്ട്ലാൻഡിൽ നിന്ന് മകനെ ചിപ്പോട്ലെയിൽ നിന്ന് അവൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഫുഡ്. ഇത് പോയിട്ടുണ്ട്. എനിക്ക് മെക്സിക്കൻ ഫുഡ് വളരെ ഇഷ്ടമാണ്, വളരെ രുചികരമായ ഫുഡാണ് കേട്ടോ. അത് എരിവുണ്ട്, അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡാണത്. അപ്പോൾ ചിപ്പോട്ലെയിൽ പോയി ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് അവിടെ ചെന്നു. അവിടെ പോയി ഇത് വാങ്ങി, ആഹാരം വാങ്ങി കഴിച്ചു. അതിൻ്റെ പകുതി വീതമേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പകുതി പിന്നെ ബാക്കി പാക്ക് ചെയ്തുകൊണ്ട് വന്നു. പാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കുഴപ്പം എന്തെന്നറിയോ, ഈ പാക്ക് ചെയ്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയല്ല. കാരണം ഈ കറൻസി എൻഗ്രേവിങ് ആ സിസ്റ്റത്തിലേക്ക് ഞങ്ങൾക്ക് പോകണം. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫുഡൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരു സാധനം അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. അതായത് ഡോളർ അടിക്കുന്ന സ്ഥലം. അതൊന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ അതിശയമാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങളെ കാറിനകത്ത് ഈ ബാക്കി കൊണ്ടുവന്നിട്ട്, ഈ ഫുഡുണ്ടല്ലോ കയ്യിരിക്കുന്നത്, കൊണ്ടുവന്ന് അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് കാറിനകത്ത് കൊണ്ടുവെക്കണം. അങ്ങനെ അത് കാറിനകത്ത് കൊണ്ടുവച്ചു. അതിലേക്ക് കളയണം, അത്രയേ ഉള്ളൂ. അത്രയും വിലയുള്ള ഫുഡ് കളയാൻ തോന്നിയില്ല. എന്നിട്ട് പിന്നെ അത് കളഞ്ഞതേ ഉള്ളൂ അവസാനം. എന്നിട്ട് അതിനുവേണ്ടി ഞങ്ങൾ ഊബർ വിളിച്ച് നേരെ കാറിനകത്ത് കൊണ്ടുപോയി ഈ ഫുഡ് വെച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ഈ കറൻസി എൻഗ്രേവിങ് അവിടെ ആ പ്രസ്സിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് പണം അടിക്കുന്ന സ്ഥാപനം, അച്ചടിക്കുന്ന സ്ഥാപനം, അതിലേക്ക് പോവുകയാണ്. അതെനിക്കൊരു വലിയ ആവേശമായിരുന്നു. കാരണം ഇതൊന്ന് കാണണം, ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതായത് ഞങ്ങളുടെ ഈ ശരീരമൊക്കെ പരിശോധിക്കും. നമുക്ക് എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ സെക്യൂരിറ്റി ചെക്കുണ്ട്. സെക്യൂരിറ്റി ചെക്കിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും, ചെരുപ്പ് ഉൾപ്പെടെയുള്ളത്, ഷൂ ഉൾപ്പെടെയുള്ളത് നമ്മൾ മാറണം. അതുമെല്ലാം കൊടുക്കണം, അതെല്ലാം ചെക്ക് ചെയ്യും അവർ. നമ്മുടെ മൊബൈലും കൊടുക്കണം. ഈ മൊബൈലല്ലാതെ വേറെ ഒരു ബാഗ് നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറണം. അപ്പോൾ നേരെ കയറാം. അതിനകത്ത് വേറെ സാധനങ്ങളൊന്നും, ബാഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലാതെ മറ്റ് സാധനങ്ങൾ ഒന്നും നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്ഷണലായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതൊന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഹൈ സെക്യൂരിറ്റിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി. ഞങ്ങൾ ആദ്യം ആ വാതിൽ കയറിയാണെങ്കിൽ അവിടെ ഇതുപോലെ ചെയ്യണം, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തി. അപ്പോൾ അവിടെ ആ ടൈം ആ സമയത്ത് തന്നെ ചെന്നേ പറ്റുള്ളൂ, അല്ലാതെ ടൈം കഴിഞ്ഞാൽ അവിടെ കയറ്റുകയല്ല. കാരണം ഇതേപോലെ ആ സമയത്തേക്ക് മാത്രമായിട്ട് ഉള്ള ആളുകളുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളെ അതിനകത്തോട്ട് കയറ്റിയപ്പോൾ ആദ്യം അവിടുന്ന് ഈ ഷർമിയും ബിജോയും പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പല ഗസ്റ്റുകളും വരുമ്പോൾ അവരവിടെ കൊണ്ട് കാണിച്ചിട്ടുള്ളതാണ് അവർ. അപ്പോൾ ഇത് ഞങ്ങളെ അതിനകത്തോട്ട് കയറ്റി നേരെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഗൈഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ വളരെ രസികനാണ് കേട്ടോ. നല്ലതായിട്ട് സംസാരിക്കും അയാൾ. നല്ല രസകരമായ രീതിയിലാണ് അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ആദ്യം നമ്മളെ നേരെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ നേരത്തെ ക്യാപിറ്റൽ ബിൽഡിങ്ങിൽ ഉണ്ടായതുപോലെ ഒരു ഫിലിം ഷോ ഉണ്ട് അവിടെ. ഒരു വലിയ TV സ്ക്രീൻ, വലിയ ഹ്യൂജായിട്ടുള്ള സ്ക്രീനാണ്. അതിൽ എന്താണ് ഇത് കറൻസി എൻഗ്രേവിങ്, കറൻസി തുടങ്ങിയതാരാണ്, എന്താണ് അതിൻ്റെ കാരണം? പണ്ട് ആദ്യം കോയിനായിരുന്നല്ലോ അടിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ഈ കോയിൻ അടിക്കാനായിട്ട് വലിയ ചിലവുണ്ട്. അപ്പോൾ അന്നേരമാണ് ഈ പേപ്പർ കറൻസിയെക്കുറിച്ച് ആലോചിക്കുന്നത്. പണ്ടേ പേപ്പർ കറൻസിയെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ശരി, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും കൂടിയ നോട്ടെന്ന് പറയുന്നത് പണ്ട് 5000-ൻ്റെ നോട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഡോളർ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തിയതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ നോട്ടെന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ഹൈ ടെൻഡർ എന്ന് പറയുന്നത് $100 ആണ്, $100. അതായത് $1, $1, $2, $5,
10 ഉണ്ട്, 20 പിന്നെ 50 അത് കഴിഞ്ഞ് പിന്നെ 100. ഇത്രയും ഡോളറാണ് ഇത്രയും ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചരിത്രം മുഴുവൻ ആ ഫിലിം ഷോയിൽ കാണിക്കും ശേഷം അടുത്തതിൽ.